പ്രൈസ് വരുന്നത്? നമുക്ക് 70 രൂപ കൊടുക്കാം. ഇതൊരു ചോദ്യം. കുറയ്ക്കുമല്ലോ എന്തെങ്കിലും? അല്പമൊക്കെ കുറയ്ക്കാം. നമുക്കൊരു 1.10 കൊടുക്കാം. 1.10. ഇത് ചോദ്യമല്ലേ? ചോദ്യം. വലിയ പണിയൊന്നും ഇല്ല, എല്ലാം ചേർത്തിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാമല്ലോ? എഞ്ചിനൊക്കെ നല്ല സ്മൂത്താണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ്? 1.55 കൊടുക്കാം. 1.55. വില എങ്ങനെയാണ് വരുന്നത്? വില നമുക്ക് 1.55 കൊടുക്കാം. 1.55. ഇത് ബജാജിന്റെ മാക്സിമം എക്സ് വൈഡ് ആണ്. ഏറ്റവും വലിയ വണ്ടിയാണ്. എട്ടാ മോഡൽ? 2019 മോഡലാണ്. 19 മോഡൽ. ഓക്കെ, 1 വർഷം പേപ്പർ ഉണ്ടല്ലേ? 1 വർഷം പേപ്പർ ഉണ്ട്. അപ്പോൾ അടുത്ത CNG. നമുക്ക് CNG ആണ് അടുത്ത്. CNG ഒരു 4 വണ്ടി കിടപ്പുണ്ട്. വേറെ വണ്ടി പണിക്കോട്ട് വേറെ വണ്ടി വരാനും ഉണ്ട് അല്ലേ? നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓട്ടോറിക്ഷയുടെ ആണ്. അപ്പോൾ ഞാനിതിലുള്ളത് ആദി ഓട്ടോ കൺസൾട്ടിങ്ങിലാണ്. തിരുവനന്തപുരം ഊരുട്ടമ്പലത്താണ് വരുന്നത്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും. ഇവിടെ നല്ല ഒരുപാട് ബഡ്ജറ്റ് ഓട്ടോറിക്ഷയും CNG ഓട്ടോറിക്ഷയുടെ നല്ല കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ ചെയ്യാൻ വേണ്ടി സജുകുമാറുണ്ട്. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാമോ? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഊരുട്ടമ്പലം സ്ഥലത്ത് ബാലരാമപുരം റോഡ് ഭാരത് പെട്രോൾ പമ്പിന്റെ അടുത്താണ് വരുന്നത്. ആദ്യ ഓട്ടോ കൺസൾട്ട് ഊരുട്ടമ്പലം. അപ്പോൾ ഊരുട്ടമ്പലം ബാലരാമൻ റോഡിൽ? അതെ, ബാലരാമൻ റോഡ്. ഓക്കെ. നിങ്ങളുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വർഷം മുതൽ? 2020 തൊട്ടുണ്ട്. 2020. ഓക്കെ. ഡീസൽ എല്ലാത്തിനും ഉണ്ട്? ഡീസൽ എല്ലാത്തിനും ഉണ്ട്. ഫസ്റ്റ് ഉണ്ട് നമ്മൾ 2013 മോഡലാണ്. 13 മോഡൽ ഡീസലാണോ? ഡീസൽ, ബജാജ് ഡീസൽ. RE ഡീസൽ. ബജാജ് ഡീസൽ. ഓക്കെ. ബാക്കി പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പേപ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു 11 മാസം വരെ ഉണ്ട്. 11 മാസം പേപ്പർ ഉണ്ടല്ലേ? എഞ്ചിൻ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്, സീറ്റുണ്ട്. വണ്ടി എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ പക്ക, കുഴപ്പമൊന്നുമില്ല. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? നമുക്ക് 70 രൂപ കൊടുക്കാം. ഇതൊരു ചോദ്യം. കുറയ്ക്കുമല്ലോ എന്തെങ്കിലും? അല്പമൊക്കെ കുറയ്ക്കാം. ശരി, ഓക്കെ ബ്രോ. അടുത്തത് 2015 മോഡലാണ്. 15 കോമ്പാക്റ്റ്. സിറ്റി പെർമിറ്റ് ആണ്. കോമ്പാക്റ്റ് ആണ്. ബജാജ് കോമ്പാക്റ്റ് ഡീസൽ 2015 മോഡൽ. അപ്പോൾ അതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പേപ്പറൊക്കെ ഒരു 7 മാസം ഉള്ളൂ. വണ്ടി എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ നല്ല കണ്ടീഷനാണ്. കുഴപ്പമില്ല. വണ്ടി ആവറേജ് ക്വാളിറ്റിയാണ്. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 2015 മോഡൽ. 15 മോഡൽ. ഓക്കെ. ടയർ കണ്ടീഷൻ ആവറേജ് ആണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കൊരു 1.10 കൊടുക്കാം. 1.10. ഇത് ചോദ്യമല്ലേ? ചോദ്യം. ഇത് ലോണൊന്നും കയറില്ലല്ലോ? ലോൺ കയറില്ല. സജി ബ്രോ, അടുത്തത് 2017 മോഡലാണ്. ബജാജ് ഡീസൽ തന്നെയാണ്. ബജാജ് ഡീസൽ കോമ്പാക്ട്. ഓക്കെ, കോമ്പാക്ട്. ഓക്കെ. വണ്ടി ഇത് നല്ല പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് ഒരു നീറ്റാണ്. ഫ്രണ്ടിൽ ബക്കറ്റ് സീറ്റൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. ഇത് നല്ല വൃത്തിയായിട്ടുണ്ട്. വണ്ടി ടയർ 4 പുതിയ ടയർ ഉണ്ടല്ലേ? ടയറൊക്കെ പുത്തനാണ്. 3 ടയറും പുത്തനാണ്. എല്ലാം പുത്തനാണല്ലേ? സീറ്റ് മുകളിൽ ഇത് ഇതിൻ്റെ റൂഫെല്ലാം പുതിയ അടിച്ചിട്ടുണ്ടല്ലേ? ടോപ്പൊക്കെ പുതിയതാണ്. അതെ. ഓക്കെ. അപ്പം ഇതെങ്ങനെ 2017 മോഡലാണ്. പേപ്പർ എത്ര ഉണ്ട്? ഇത് ടെസ്റ്റ് മാത്രം ഒരു 7 മാസം ഉള്ളൂ. അതാണ് പണി ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ. വലിയ പണിയൊന്നും ഇല്ല, എല്ലാം ചേർത്തിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ കൊള്ളാമല്ലോ? എഞ്ചിനൊക്കെ നല്ല സ്മൂത്താണ്. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? 1.55 കൊടുക്കാം. 1.55. ചോദ്യമല്ലേ? ചോദ്യം. മോശമാണല്ലോ. അടുത്തത് 2018 മോഡലാണ്. ബജാജ് ഡീസൽ. ബജാജ് ഡീസൽ കോമ്പാക്റ്റ് ആണ്. ഓക്കെ. 18 മോഡൽ. പേപ്പർ എത്ര ഉണ്ട്? പേപ്പറൊക്കെ എത്ര ഉണ്ട്? 2027 വരെ ഉണ്ട്. 2 വർഷത്തേക്ക് ഉണ്ട്. സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? പെയിന്റിംഗ് കണ്ടീഷൻ കുഴപ്പമില്ല. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട്. എല്ലാം ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ കുഴപ്പമില്ല, നീറ്റാണല്ലോ? നീറ്റാണ്. ഓക്കെ. അപ്പോൾ ഇതിന്റെ പേപ്പർ 7 മാസം അല്ല, ഒരു 2 വർഷത്തേക്ക് ഉണ്ട്. 2027 വരെ ഉണ്ട്. വില എങ്ങനെയാ വരുന്നത്? വില നമുക്ക് 1.55 കൊടുക്കാം. 1.55. അപ്പോൾ അടുത്തത് 2019 മോഡലാണ്. ബജാജ് ഡീസൽ കോമ്പാക്ട്. ഓക്കെ. ഈ കോമ്പാക്ടിന് മൈലേജ് എങ്ങനെ കിട്ടും? മൈലേജ് ഒക്കെ ഒരു 40 കിട്ടും അല്ലേ? സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. റൂഫെല്ലാം ചെയ്തിട്ടുണ്ട്. പെയിന്റിംഗ് കഴിഞ്ഞ് കിടക്കുകയല്ലേ? പെയിന്റ് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇതിന്റെ പേപ്പർ എത്ര ഉണ്ട്? പേപ്പർ ഇത് ഒരു 7 മാസത്തേ ഉള്ളൂ കേട്ടോ. 7 മാസം പേപ്പർ ഉണ്ടല്ലേ? പേപ്പർ ടെസ്റ്റ് മാത്രം 7 മാസത്തേക്ക് ഉണ്ടല്ലേ? ഓക്കെ. ബാക്കി എഞ്ചിൻ കണ്ടീഷൻ എഞ്ചിനൊക്കെ വേറെ പേപ്പറൊക്കെ ഉണ്ട്. ടെസ്റ്റ് മാത്രം അറിയാം. പിന്നെ വില എങ്ങനെ വരുന്നത്? നമുക്കത് 1.80 കൊടുക്കാം. 1.80. ഓക്കെ. 2019 മോഡലാണ്. 20 ലോൺ കയറുമല്ലേ? 2021 മോഡലാണ്. കോമ്പാക്ട്. 2021 കോമ്പാക്ട്. ഓക്കെ. എല്ലാം ഡീസൽ തന്നെ? ഡീസലാണ്. ഓക്കെ. ഇതും പ്രൂഫ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേപ്പർ എത്ര ഉണ്ട്? ഇത് 2027 ഉണ്ട്. പേപ്പർ ഉണ്ടല്ലേ? ഓക്കെ. പണിയെല്ലാം കഴിഞ്ഞ് കിടക്കാം. എല്ലാം കഴിഞ്ഞു. എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമൊന്നുമില്ലല്ലോ? എഞ്ചിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതെങ്ങനെ അതിന്റെ വില വരുന്നത്? ഇതൊക്കെ നമുക്ക് ഒരു 1.90 കൊടുക്കാം. 1.90. ഓക്കെ. ലോൺ എത്ര കയറും? ലോൺ കയറും. എത്ര വരെ കയറും? ലോൺ ഒരു 1.30 വരെ ലോൺ കയറും. അപ്പോൾ അടുത്തത്
2019 കോമ്പാക്ട് മാക്സിമം ഇസഡ് ആണ്. ബജാജ് മാക്സിമം ഇസഡ്. ബജാജ് മാക്സിമം ഇസഡ് ഡീസൽ അല്ലേ? ഡീസലാണ്. ഓക്കെ. ഇതിന്റെ പേപ്പർ എത്ര ആളുണ്ട്? പുതിയ CF നമുക്ക് എടുത്തു കൊടുക്കാം. 2019 മോഡൽ. 2 വർഷം ടെസ്റ്റ് കിട്ടും. ഇതെല്ലാം ചെയ്ത് പണിയെല്ലാം ചെയ്താൽ അല്ലേ? സീറ്റ് വരെ ബക്കറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് ബക്കറ്റ് സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പെയിന്റിങ് കഴിഞ്ഞ കിടപ്പുണ്ട്. ഇത് പേപ്പർ ആയി കൊടുക്കും അല്ലേ? പുതിയ പേപ്പർ 2 വർഷം പേപ്പർ ആയി. 2 വർഷം പേപ്പർ. ഓക്കെ. അപ്പോൾ ഇതിന്റെ വില എങ്ങനെയാ വരുന്നത്? 1.75 കൊടുക്കാറ്. 1.75. ഓക്കെ. ബ്രോ അടുത്തത് ഇത് ബജാജിന്റെ മാക്സിമം എക്സ് വൈഡ് ആണ്. ഏറ്റവും വലിയ വണ്ടിയാണ്. ഏറ്റവും വലുതല്ലേ? ഓണേഴ്സ് വണ്ടി അല്ലേ? ഓണേഴ്സ് വണ്ടിയാണ്. ഡീസൽ ആണല്ലോ? ഡീസൽ. ഓക്കെ. 2014 മോഡലാണ്. 14. ഓക്കെ. അപ്പം ഓണേഴ്സ് വണ്ടിയാണ്. വണ്ടി പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ കണ്ടീഷൻ നല്ല കണ്ടീഷനാണ്. അപ്പോൾസ് വർക്കൊക്കെ നല്ല അകത്ത് ചെയ്തിട്ടുണ്ടല്ലേ? നല്ല അകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വില എങ്ങനെ വരുന്നത്? നമുക്ക് 1.10 കൊടുക്കാം. 1.10. ബ്രോ അടുത്തത് ഗുഡ്സ് ആണ്. ബജാജ് ഗുഡ്സ് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 1 വർഷം നമുക്ക് പേപ്പർ ഉണ്ട്. മോഡൽ ഏതാ? 1 വർഷം ടെസ്റ്റ് ഉണ്ട്. മോഡൽ ഏതാ? മോഡൽ 2019 മോഡലാണ്. 19 മോഡൽ. ഓക്കെ. 1 വർഷം പേപ്പർ ഉണ്ടല്ലേ? 1 വർഷം പേപ്പർ ഉണ്ട്. എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? എഞ്ചിനൊക്കെ പക്കയാണ്. ഓക്കെ. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിന്റെ വില എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ വില നമുക്ക് 1.80 കൊടുക്കാം. 1.80 കൊടുക്കാം. 2019 മോഡലാണ്. അപ്പോൾ ബ്രോ നമുക്ക് CNG 4 വണ്ടി കിടപ്പുണ്ട്. CNG വേറെ പണിക്കും കെട്ടിങ്ങനെ വരാനുണ്ടല്ലേ? അപ്പോൾ ഇതെങ്ങനെ ഫസ്റ്റ് ഇതെങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2024 മോഡൽ. 24 മോഡൽ. വണ്ടി കണ്ടീഷനാണോ? നല്ല കണ്ടീഷന്. 1 വർഷമായുള്ള വണ്ടി ഇറങ്ങിയിട്ട്. 24 മോഡലാണ്. 24 മോഡൽ. 1 വർഷത്തെ വഴക്കോളൂ അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇതിന്റെ പ്രൈസ് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വരുന്നത്? നമുക്ക് 1.95 കൊടുക്കാം. 1.95. ലോൺ കയറും. 1.5 ഫിനാൻസ് കയറും. 1.5 കയറും. അപ്പോൾ അടുത്ത വണ്ടി ഇത് 2023 ആണ്. 23. ഇത് വണ്ടി എങ്ങനെയുണ്ട്? ഇത് CF തീർന്നിടങ്ങും പുതിയ CF എടുത്ത് കൊടുക്കാം. ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇതും വണ്ടിയിലും കണ്ടീഷൻ കിടക്കില്ല? എല്ലാം പണി എത്തിയിട്ടുണ്ട്. ഓക്കെ. സീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വില എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ വില 1.85 കൊടുക്കാം. 1.85 കൊടുക്കാം. പുതിയ CF എടുത്ത് കൊടുക്കാം. ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഇതിന് ഫിനാൻസ് എത്ര കയറും? ഇത് ഫിനാൻസ് കയറും. എത്ര കയറും? ഇത് 1.5 അടുപ്പിച്ച് കയറും. 1.40 കിട്ടും. അപ്പോൾ അടുത്ത CNG ഇത് 2024 മോഡലാണ്. 24 മോഡൽ. 24 മോഡൽ. ഓക്കെ. ബജാജ് CNG. അപ്പോൾ ഇത് എങ്ങനെയാണ് ബ്രോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ? ഇത് 2024 മോഡല്. ഇത് പ്രൈസ് പറഞ്ഞാൽ നമുക്ക് ഒരു 2 കൊടുക്കാം. 2 കൊടുക്കാം. ഓക്കെ. ഇത് പേപ്പർ എത്ര നാളത്തേക്ക് ഉണ്ട്? പേപ്പർ ഇത് ഒരു 10 മാസത്തേക്ക് ഉണ്ട്. 10 മാസം പേപ്പർ. ഓക്കെ. ഇതിന് ലോൺ എത്ര കയറും? അപ്പോൾ ലോൺ 1.5 കയറും. ഇതിൽ കയറും. 24 വണ്ടിക്കൊക്കെ 1.5 കയറും. അപ്പോൾ അടുത്തത് ബജാജ് മാക്സിമം ഇസഡ് ആണ്. ഇതെങ്ങനെ? ഇത് 2024 വണ്ടിയാണ്. CF തീരാറായി 1 മാസം ഉണ്ട്. നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ബാക്കി വണ്ടി കണ്ടീഷൻ നീറ്റാണല്ലോ? കണ്ടീഷനൊക്കെ നീറ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ വില വരുന്നത്? ഇത് 2 കൊടുക്കാം. 2 ലക്ഷം. 2 ലക്ഷം. ലോൺ എത്ര കയറും? ലോൺ 1.5 കയറും. വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോൾ നമ്മൾ കുറേ വണ്ടി കാണിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് വരാനുണ്ടോ? സ്റ്റോക്ക് വരാനുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.